പിന്നെ ഞങ്ങളൊരു സൺഡേ കുക്കിംഗ് വ്ലോഗിലാണ് കേട്ടോ. പല ദിവസവും പല ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു വെറൈറ്റി ആയിട്ട് സൺഡേ ആയതുകൊണ്ട് ലേശം നമുക്ക് ആടും കിട്ടി. അപ്പം മട്ടൻ കറി ആണെങ്കിൽ നമ്മളിതൊരു ചാനൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. മട്ടൺ ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമ്മളിന്ന് ഉച്ചയ്ക്ക് കുറച്ച് നെയ്ച്ചോറും മട്ടനും ആക്കിയാലോ? ഇന്നത്തെ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ ലഞ്ചാണ് നെയ്ച്ചോറും മട്ടൻ കറിയും. അപ്പം ഞാൻ പരിചയപ്പെടുന്നില്ല, ഞാൻ മനോജ് കുമാർ. ഇവിടെ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോയി നോക്കാം. ആദ്യം തന്നെ നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോണത്. ഇപ്പൊ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കൈമ റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ 5 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിന് 5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിന്റെ ഇരട്ടി വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് കറുവപ്പട്ട വേണം, ഗ്രാമ്പു വേണം, ഏലക്കായ വേണം, ഒരു പകുതി ചെറുനാരങ്ങ വേണം, ഉപ്പ്, നെയ്യ്. ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത്. അപ്പൊ നമ്മളിത് വേവിച്ച് റൈസ് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ അരി ഞാനിവിടെ കഴുകി ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നേരം ഒന്നും വെള്ളത്തിൽ കുതിർക്കൊന്നും വേണ്ട, സാധാ അരി കഴുകുന്ന പോലെ കഴുകി ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാത്രത്തിലാണ് റൈസ് വെക്കാൻ പോകുന്നത്. പാത്രം ആദ്യം തന്നെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി വെക്കാം. പെട്ടെന്ന് തന്നെ ചൂടാവും, ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ഗ്രാമ്പൂ, പട്ടയും ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ കുറച്ച് വെച്ചിട്ട് അരി ഇട്ട് കൊടുക്കണേ. പല രീതിയിലും നെയ്ച്ചോറ് വെക്കും. നമ്മൾ വെള്ളം ആദ്യം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കുന്ന രീതിയിലൊക്കെ വെക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ രീതിയിലാണ് വെക്കാറുള്ളത്. ഈ രീതിയിൽ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നെയ്ച്ചോറിനാണെങ്കിലും ബിരിയാണിയുടെ റൈസ് ആണെങ്കിലും ഞാൻ ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അരി ഒന്ന് മൂത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. എടുത്ത ഗ്ലാസിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് പാകമാണോ നോക്കാം. ഇനി നമുക്കിത് കൂട്ടി വെച്ച് കൊടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. വെള്ളം ഏകദേശം അരി നിന്ന് പാകത്തിനായി വരുമ്പോൾ, അതായത് വെള്ളം വറ്റി തുടങ്ങുന്ന സമയത്ത്, വെള്ളം അധികം ഇല്ലാതെ വെള്ളം വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കാം. ഇത് നന്നായി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാനായി. ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് റൈസ് കുക്കറിനകത്തേക്ക് ഇറക്കി വെക്കണം. ഈ റൈസ് കുക്കർ ഇല്ലാത്തവർ വിഷമിക്കണം. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെച്ചിട്ട് 1 മണിക്കൂർ നേരത്തിനടുത്ത് അവിടെ വെച്ചിരുന്നാൽ മതി. ഒരു 3/4 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഒന്ന് എടുത്ത് നോക്കണേ, ഇത് പാകമായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഈ റൈസ് കുക്കറിലാണ് എടുത്ത് വെക്കാൻ പോകുന്നത്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, രശ്മി ഫുൾ കുക്കിങ്ങും ഞാൻ ഫുൾ തിന്നലും മാത്രമാണ് കൈ കഴിക്കാറില്ല. അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തുറക്കുക വൃത്തിയാക്കാറുള്ളത് എൻ്റെ പരിപാടിയാണ് കേട്ടോ. അത് വിചാരിക്കേണ്ട. അപ്പം ഉള്ളി തുറക്കുക. ഏകദേശം ഇപ്പോൾ ഉച്ച സമയം വന്നാൽ ഉച്ചയായി. ഞാനതൊന്ന് അരിഞ്ഞാട്ടെ കേട്ടോ. സമയമല്ലേ, 1:15. ഇന്നത്തെ ആട് എന്നുള്ളത് നമുക്കൊരു ഫ്രോസൺ മീറ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ മലബാർ മീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഫ്രോസൺ മീറ്റാണ് നമ്മൾ ഇന്നത്തെ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ മട്ടൻ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ മട്ടനാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട ഒരു മസാലയാണ് ആദ്യം തയ്യാറാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സ്പൂൺ ജീരകവും 1/2 സ്പൂൺ പെരുംജീരകം, 1 സ്പൂൺ മല്ലി,
1 സ്പൂൺ, 1.25 സ്പൂൺ കുരുമുളക്, ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാണേ. നമ്മുടെ മസാലയ്ക്ക് വേണ്ട ചേരുവകൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ, ഞാനൊന്ന് മാറ്റി വെക്കാം. അല്ലാതെ തണുത്ത് പോകണ്ട കേട്ടോ, ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ എളുപ്പത്തിൽ കറിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മട്ടൺ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിനകത്താണ്. കുക്കറൊന്ന് ചൂടാക്കി എടുക്കാം. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായി വാടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഞങ്ങൾ കുക്കിങ്ങിൻ്റെ സെറ്റപ്പ് ഒന്ന് കാണണ്ടേ, എങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെന്നുള്ളത് ഉണ്ടോ? ഇതാ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കാനോണിൻ്റെ 70D ക്യാമറ വെച്ചിട്ടാണ്. അതിൻ്റെ മുകളിലൊരു മൈക്ക് നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് നമ്മളൊരു അഡീഷണൽ ലൈറ്റ് യൂസ് ചെയ്യുന്നത് സിംബെക്സിൻ്റെ ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറ നമ്മളെ ട്രൈപോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയും ഇപ്പം ഷൂട്ട് ചെയ്യുന്നത് എന്തിനാണല്ലോ അല്ലേ? ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോയിലാണ്, ഗോപ്രോ ഹീറോ 8. ഇത്രയാണ് നമ്മളെ ഷൂട്ടിംഗ് സാമഗ്രി. അതെ, ഇപ്പോൾ ഷൂട്ടിംഗ് സാമഗ്രികളൊക്കെ കാണിച്ച സമയം കൊണ്ട് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല മുരിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് സവാളയും പച്ചമുളകും ഇട്ട് വെക്കണം. ആദ്യം തന്നെ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ലേശം ഉപ്പിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഈ സവാള ഒന്ന് വഴന്ന് വരുന്ന നേരം കൊണ്ട് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന മസാല ഐറ്റംസ് ഒക്കെ നമുക്ക് പൊടിച്ചെടുക്കാം. സവാളയൊക്കെ വഴന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ മസാല ഒന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മറ്റ് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 സ്പൂൺ നിറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി അധികം ഇടേണ്ട, കാരണം കുരുമുളക് പൊടി നമ്മൾ ഇട്ടതാണ്. പിന്നെ പച്ചമുളകും ഉണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റുമ്പോൾ ഒത്തിരി ഉപ്പ് ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മട്ടനിലേക്കും സവാളയിലേക്കും ഒക്കെ ഒത്തിരി കൂടെയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ 500 ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി ഈ മസാലയൊക്കെ മട്ടൻ്റെ മുകളിൽ പിടിച്ച് വരുന്നവരെന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ മട്ടൺ അവിടെ നിന്ന് റെഡി ആവുന്നതിനിടെ കൂടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. മട്ടൻ കറീൻ്റെ ഒക്കെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ് കേട്ടോ. പിന്നെ നമ്മളിത് വേവിക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറിന് അതിനെ കൊണ്ട് കുറച്ചൊരു ഗ്രേവി വേണമല്ലോ. നന്നായി ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പറ്റം നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കണേ. നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇടുന്നത്. അടച്ച് വെച്ചൊരു 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് നമുക്കൊരു വറവിടണം. അതിനുവേണ്ടി ഞാനിവിടെ 1 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് ഇവിടെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. വനേട്ടന് ഈ സാധനം കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം.
ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കത് വാങ്ങിയിട്ട് റൈസിൽസ് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ല ഗുണ്ടുമണികളായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ മട്ടൻ ഇവിടെ ഒരു 3 വിസിൽ വന്ന് ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചതാണ്. അപ്പം അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണം കിട്ടില്ല കേട്ടോ. അടിപൊളി മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറിന് മേലെയായി നമ്മുടെ റൈസ് വേവ് നോക്കട്ടെ. വെന്ത് നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ വരട്ടെ, തിന്ന് തീർത്തിനു. ഫുഡ് സൺഡേ സ്പെഷ്യൽ ലഞ്ച് ഇവിടെ റെഡി ആയിട്ട് ടേബിളിൽ എത്തിയിട്ടുണ്ട്. കഴിക്കാനുള്ള പരിപാടിയാണ്. ചിന്നു ഉറങ്ങി തന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെയൊക്കെ റെഡിയായി. ഇപ്പോൾ നീറ്റുണ്ട്. രഞ്ജുന് ഇവിടെ വിശപ്പ് ലേശം കൂടുതലായതുകൊണ്ട് രഞ്ജു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അടുത്ത പ്ലേറ്റിലായിട്ടുണ്ട്. ചോറ് അവിടെ നിന്ന് സെറ്റായിട്ടുണ്ട്. എടുക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയായിരിക്കുന്നു. നമ്മളെ മസാലയൊക്കെ കൂട്ടിയൊന്ന് കുഴച്ച് ആദ്യം നമ്മൾ നെയ്ച്ചോറും ആടിൻ്റെ ആ ഒരു മസാലയും മാത്രമായിട്ട് അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ആ കുരുമുളകിൻ്റെ ഒക്കെ ഒരു ഇതും ഇത് അടിപൊളിയാണ്. നമുക്ക് ലേശം ആടുണ്ടോ, ആടൊന്നിങ്ങനെ പറിച്ചെടുത്തിട്ട് അല്ലേ നല്ലപോലെ വെന്തിട്ടുണ്ട്. ആടും കൂട്ടി ആ നെയ്ച്ചോറ് ഇങ്ങനെ എടുത്ത് അടിപൊളി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സൺഡേ ലഞ്ച് ബ്ലോഗ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നെയ്ച്ചോറുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കുന്ന നോക്കില്ലേ? അപ്പൊ ഇനി അടുത്ത സൺഡേ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു കോമ്പിനേഷനിൽ ഉണ്ടാക്കി വെക്കും. നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു രീതിയിൽ മട്ടൻ വെച്ച് മട്ടനും നെയ്ച്ചോറും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ നോക്കുക. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും പറഞ്ഞ മാതിരി തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേമാതിരി തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ഡെലിഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ചിന്നുവിന് പോയില്ല. ടാറ്റാ.